നടൻ ശ്രീനിവാസൻ്റെ ഭൗതിക ശരീരം ഇപ്പോഴും ടൗൺ ഹാളിലാണ്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തുടങ്ങിയ പൊതുദർശനമാണ്. ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകളാണ് നമ്മൾ കാണുന്ന ആയിരക്കണക്കിന് ആളുകളാണ്. 3 മണിക്ക് സമയം വെച്ചിരുന്നെങ്കിലും പക്ഷേ ആളുകൾ കാണുന്നതുകൊണ്ട് ഇപ്പോഴും ഭൗതിക ശരീരം ഇവിടെ തന്നെയാണ്. അല്പസമയത്തുള്ളിൽ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നമുക്കറിയാം, നടൻ ശ്രീനിവാസനെ കാണാൻ നാനാ ഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തിയാണ് റീത്ത് സമർപ്പിച്ചത്. അതോടൊപ്പം തന്നെ മമ്മൂട്ടി വീട്ടിലെത്തിക്കുകയും ഇവിടെയും മമ്മൂട്ടി വന്ന് സമയം ചിലവഴിച്ച് കാത്തിരുന്നു. അതോടൊപ്പം തന്നെ ദാസനും വിജയനിലെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട കഥാപാത്രമായ ശ്രീനയുടെ അടുത്തിരിക്കുകയായിരുന്നു മോഹൻലാലും ഉണ്ടായിരുന്നു. ലാലേട്ടൻ മമ്മൂക്കായും ഇവിടെ തന്നെ ഇരിപ്പുറപ്പിച്ചു. അതുപോലെ തന്നെ മിക്ക താരങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സംഘടനകളെല്ലാവരും ഒരേപോലെ, അമ്മയാണെങ്കിലും ഫെഫ്കെ ആയാലും ഫിലിം ചേംബർ ആണെങ്കിലും അതോടൊപ്പം നിർമ്മാതാക്കൾ സംഘടന എല്ലാവരും ഒരുപോലെ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. അത്രമാത്രം ഇഷ്ടമാണ് നടൻ ശ്രീനിവാസനെ എന്നുള്ള കാര്യം നമുക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം ആളുകൾ ഇവിടെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, 2 മക്കളും അമ്മയോടും ചേർന്നാണ് ഈ ഭൗതിക അരികിലുള്ള. ധ്യാൻ ഷൂട്ടിലായിരുന്നു. രാവിലെയാണ് കോഴിക്കോട് നിന്ന് എത്തിയത്. വിനീത് ശ്രീനിവാസൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ഹോസ്പിറ്റലിലെത്തുകയും പിന്നീട് വീട്ടിലെത്തുകയും ധ്യാൻ ശ്രീനിവാസൻ വീട്ടിലെത്തിയതിന് ശേഷമാണ് ഭൗതിക ശരീരം ടൗൺ ഹാളിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. എന്തായാലും ധ്യാനും മക്കളുമായിട്ടുള്ളൊരു ബന്ധം ആത്മബന്ധമായിരുന്നു ഇവരെ എന്ന കാര്യത്തിൽ സംശയമുള്ള അത്രമാത്രം രസകരമായ മുഹൂർത്തങ്ങൾ അതെനിക്ക് സ്വയം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം വീട്ടിൽ പോവുകയും അഭിമുഖം എടുക്കുമ്പോൾ മക്കളുമായിട്ട് പറയുമ്പോൾ ഒത്തിരി നാവായിരുന്നു നടൻ ശ്രീനിവാസൻ. അതോടൊപ്പം അമ്മയ്ക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ശ്രീനിച്ചേട്ടനും കൊച്ചു കുട്ടികൾ നോക്കുന്ന പോലെയായിരുന്നു. ഈ അസുഖം ബാധിതയായപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും മരുന്ന് കൊടുക്കുന്ന കാര്യത്തിൽ ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ച ഒരാൾ തന്നെയാണ്. അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ശ്രീനിച്ചേട്ടനെ കാണാനാണ് നാടിൻ്റെ നാനാതുറയിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തുന്നത്. എത്രമാത്രം സിനിമകൾ മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിക്കുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് സിനിമയുടെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര സിനിമ കണ്ടാലും മറന്നുപോകാത്ത ചരിത്രത്തിൽ എഴുതി വയ്ക്കുന്ന സിനിമകളായിരുന്നു അദ്ദേഹത്തിന്. ഇപ്പോഴും ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്ന സിനിമയുടെ ട്രോളുകളായിരുന്നു നിറഞ്ഞു നിന്നിട്ട്. അത്രമാത്രം ആമ്പുള്ള രാഷ്ട്രീയം പച്ചയ്ക്ക് വിളിച്ചു വരാൻ ധൈര്യം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീനിച്ചേട്ടൻ. ഇനിയും എന്തോക്കെ ബാക്കി വെച്ചുകൊണ്ടെന്നാണ് അദ്ദേഹം നമ്മെ വിട്ടു പറഞ്ഞത്. ഇനിയും എന്തോക്കെ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. പക്ഷേ ആ കഥകളെല്ലാം ബാക്കി വെച്ച് അദ്ദേഹം പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയും അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയും ജനമനസ്സിൻ്റെ ഹൃദയങ്ങളിൽ എന്നും ശ്രീനിച്ചേട്ടൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ശ്രീനിച്ചേട്ടന് പകരം മറ്റൊരു ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നില്ല എന്നും ഉറപ്പ് തന്നെയാണ്. നിലവിൽ ഇന്ന് ഏറ്റവും സങ്കടകരമായ ഒരു മുഹൂർത്തം കൂടിയാണ്. ഇന്ന് മകൻ ധ്യാൻ ശ്രീനിവാസൻ്റെ ജന്മദിനം കൂടിയായിരുന്നു. ആ ദിവസമാണ് അച്ഛൻ വിട്ടുപോയ എന്നൊരു വേദന ധ്യാനെ വല്ലാതെ അലട്ടുന്നുണ്ട്. കാരണം ധ്യാൻ അങ്ങനെ ഒരു പ്രയാസമില്ല. ഇന്ന് ധ്യാൻ ശ്രീനിവാസൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയമായിരുന്നു. അങ്ങനെയാണെങ്കിൽ വീട്ടിലാണ് ഇവർ ആഘോഷിക്കുന്നത് നടത്തുന്നത്. പക്ഷേ അന്ന് അച്ഛൻ വിട്ടുപോയ ദുഃഖം ധ്യാൻ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് വീട്ടുകാർക്കും. അങ്ങനെ എല്ലാം കൊണ്ടും ദുഃഖത്തിലാക്കിയാണ് ശ്രീനിച്ചേട്ടൻ നമ്മെ വിട്ടുപോരുന്നത്. നാളെ സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെയാണ് സംസ്കാര ചടങ്ങ് നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൃത്യമായി അറിയിക്കുന്നത്. നാളെ സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിലാണ് രാവിലെ 10 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. ഇനി ഇവിടുന്ന് ഭൗതിക ശരീരം വീട്ടിൽ വയ്ക്കുകയും വീട്ടിൽ കാണാനുള്ള ബന്ധുക്കളും, അദ്ദേഹത്തിൻ്റെ നാട് തലശ്ശേരിയാണ്, അവിടെ നിന്നും ആളുകൾ വരാണ്ട്, കുടുംബാംഗങ്ങൾ വരാണ്ട് ആ വീട്ടുകാർക്കുള്ള ആളുകൾ കാണാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെ 10 മണിക്ക് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഭൗതിക ശരീരം എത്തിച്ച് ഔദ്യോഗിക ബഹുമതിയോട് കൂടി തന്നെ സംസ്കാര ചടങ്ങ് നടത്താനാണ് തീരുമാനിക്കുക. കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശ്രീനിവാസൻ നമ്മെ വിട്ടുപിരിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ അദ്ദേഹം കുറിച്ച, അദ്ദേഹം കാണിച്ചു തന്ന, അദ്ദേഹം അഭിനയിച്ച, അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത, അങ്ങനെ എല്ലാ മേഖലയും കൈവച്ച അദ്ദേഹത്തിൻ്റെ സിനിമകൾ ബാക്കിയുള്ള ഓർമ്മകളുടെ, നമ്മുടെ ഓർമ്മകളുടെ എന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് പറയാനുള്ളത്.